ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ തിരണ്ടിമീൻ വെച്ചിട്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു കറി തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാന് ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പിനും താഴെയായിട്ട് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 5-8 വെളുത്തുള്ളിയുടെ അല്ലിയുടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1.25 സ്പൂണിനടുത്തോളം മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പൊടിയുടെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. തേങ്ങ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്ത് വെക്കാം. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളക് കീറിയതൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മളെ കാന്താരി മുളക് ഉണ്ടല്ലോ, ആ ഒരു മുളകാട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എരിവിനനുസരിച്ചിട്ട് മുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന തിരണ്ടി മീൻ ഉണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് വാളംപുളി ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. വാളംപുളി നേരത്തെ ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്താൽ മതിയിട്ട്, ഓവറായിട്ടുള്ള പുളി വേണ്ട. അപ്പോൾ ആ ഒരു വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മീൻ ആ ഒരു വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഈ ഒരു പുളിവെള്ളത്തിൽ നന്നായിട്ട് വെന്ത് വന്നാൽ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളെ കയ്യിൽ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക്